ഓർമ്മയിൽ നിറയുന്നതോ നീളൻ കുപ്പായവും വെള്ളക്കസവിന്റെ തൊപ്പിയുമണിഞ്ഞ കൂട്ടുകാരൻ പുള്ളിമൈലാഞ്ചിയും ഉടുപ്പുമണിഞ്ഞു നിൽക്കുന്ന കളിക്കൂട്ടുകാരിക്കായി എഴുതിയ വരികളാണ്. 7 വർണ്ണങ്ങൾ പോലെ അഴകുള്ളതാക്കിയ ഇന്നലകളെയാണ്. പ്രിയപ്പെട്ട ആസി, ഒരുപാട് നാളായി എഴുതണമെന്ന് കരുതുന്നു. തിരക്കുകൾ കൂടി, എങ്കിലും ഞാൻ എഴുതുന്നു. ഓർമ്മകളുടെ പൂക്കൾ വിടർത്തി ഒരിക്കൽ കൂടി പെരുന്നാൾ വന്നുവല്ലേ. തെളിഞ്ഞു മാഞ്ഞുപോയ ഒരുപാട് മുഖങ്ങൾക്കിടയിൽ കുസൃതിക്കാലം എത്തി നോക്കിയത് നിന്റെ പുഞ്ചിരിക്കുന്ന മുഖവുമായാണ്. അനേകം കൂട്ടുകാർക്കിടയിലൂടെ നിന്റെ മുഖവും കടന്നുപോയി സുഹൃത്തെ. വല്ലാത്ത നഷ്ടബോധം തോന്നുന്നു. നമ്മുടെ ബാല്യം, സ്കൂളും മദ്രസയുമെല്ലാം അടച്ച് പെരുന്നാൾ കഴിഞ്ഞ് കാണാമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിൽ സന്തോഷത്തിന്റെ 1000 മയിൽപ്പീലികൾ വിടരുമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ അലമാരയിൽ വിശ്രമിക്കുന്ന ചിതലരിച്ച പുസ്തകങ്ങളും എലി നുറുക്കിയ ഉടുപ്പുകളും അണ്ണാനും വവ്വാലും കടിച്ചു നിന്ന പഞ്ചാര മാങ്ങയുമെല്ലാം നോക്കി നമ്മൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിവിടെ മാങ്ങ നുറുക്കാൻ അണ്ണാരക്കണ്ണനുമില്ല, മാങ്ങ പെറുക്കാൻ കുട്ടികളുമില്ല. ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. പെരുന്നാൾ പിറ കണ്ടോ എന്നറിയാൻ ചൂട്ടും കത്തിച്ച് പള്ളിയിലേക്ക് വല്യുപ്പാന്റെ കൂടെ നമ്മൾ പോയതെല്ലാം മനസ്സിൽ നിന്ന് മായുന്നില്ല. ആകാംക്ഷയോടെ ഖുർആനും ഓതി കാത്തിരിക്കുന്ന വല്യമ്മ ചോദിക്കും, മാസം കണ്ടോ മക്കളെ? കണ്ടു എന്നറിയുമ്പോൾ എല്ലാവരും ആഹ്ലാദത്താൽ ഒരുപാട് ചിരിച്ചതും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലിയതും എല്ലാം ഓർമ്മ വരുന്നു. നമ്മുടെ കഴിഞ്ഞ പെരുന്നാൾ രാവുകൾ ഇത്ര പെട്ടെന്നാണ് പൊഴിഞ്ഞു പോയത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. സമയസൂചി ഒരു നിമിഷത്തേക്കെങ്കിലും നിസ്തരമായെങ്കിൽ നഷ്ടപ്പെടലുകൾ അങ്ങനെയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് സ്നേഹത്തോടെ അജിനു.